അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. +2 വിദ്യാർത്ഥികൾക്കുള്ള ശനിയാഴ്ചത്തെ പരീക്ഷയിലെ ആദ്യ പരീക്ഷ തഫ്സീർ. അതിൽ 2022 ഒരു ചോദ്യപേപ്പർ. ന്യൂസിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്ത് എഴുതുക. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു റുഖാദിന മുക്മഹൂൻ മുബീൻ ആബാഉഹും ലിൽ ഹിസാബി ലിയഖ്തബിറക്കും മുസ്ലിഫൂൻ. അതിൽ ഒന്നാമത്തെ ചോദ്യം റാഫിഊന റുഊസഹും അവരുടെ തലകൾ അവർ ഉയർത്തും. തലകൾ അവർ ഉയർത്തും എന്നതിന് യോജിച്ച പദം മുക്മഹൂൻ. അതാണ് ആ അർത്ഥത്തിന് യോജിച്ചത്. റാഫിഊന റുഊസഹും അവരുടെ തലകൾ അവർ ഉയർത്തും മുക്മഹൂൻ. അപ്പം മുക്മഹൂൻ എന്നതാണ് റാഫിഊന റുഊസഹും എന്നതിനോട് യോജിച്ചത്. അടുത്തത് മുതജാവിസൂനൽ ഹദ്ദ ബി ഷിർക്കിക്കും അവരുടെ ഷിർക്ക് കൊണ്ട് അഥവാ ബഹുദൈവാരാധന കൊണ്ട് അഥവാ ഷിർക്ക് കൊണ്ട് പരിധി അവർ ലംഘിച്ചിരിക്കുന്നു. മുതജാവിസൂനൽ ഹദ്ദ ബി ഷിർക്കിക്കും നിങ്ങളുടെ ഷിർക്ക് കൊണ്ട് നിങ്ങൾ പരിധി ലംഘിച്ചിരിക്കുന്നു. അതിൻ്റെ ഒറ്റപ്പദം യോജിച്ചത് ഇവിടെ കിട്ടുന്നത് മുസ്രിഫൂൻ എന്നാണ്. മുതജാവിസൂനൽ ഹദ്ദ ബി ഷിർക്കിക്കും നിങ്ങളുടെ ഷിർക്ക് കൊണ്ട് നിങ്ങൾ പരിധി വിട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? മുസ്രിഫൂൻ. ഇനി ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അതേ അർത്ഥം വരുന്ന ഒരു പദമാണ് ലിയഖ്തബിറക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ലിയബ്ലുവക്കും എന്നതിനോട് യോജിക്കുക. ലിയഖ്തബിറക്കും രണ്ടും ഒരേ അർത്ഥാശയമുള്ളത്. അന്നാ ഹമൽനാ ദുര്രിയത്തഹും അവരുടെ സന്താനങ്ങളെ നാം വഹിച്ചു എന്ന അർത്ഥമാണ് കിട്ടുക. ദുര്രിയത്ത് എന്നതിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുമെന്ന് തഫ്സീറിൽ പറയുന്നുണ്ട്. ദുര്രിയത്ത് എന്നതിന് സന്താനമെന്നും പിതാക്കളെന്നും ഉപയോഗിക്കും. അപ്പോൾ അതിന് ദുര്രിയത്ത് എന്നതിൻ്റെ തഫ്സീർ വരുന്നത് ആബാഅഹും എന്നാണ്, അവരുടെ പിതാക്കൾ. അന്നാ ഹമൽനാ ദുര്രിയത്തഹും അവരുടെ ദുര്രിയത്തിനെ നാം വഹിച്ചു. അപ്പോൾ അതിന് പറ്റിയ ദുര്രിയത്തിന് പറ്റിയ പദം ആബാഅഹും. മിമ്മർക്കദിന നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നാണ്. അതിൻ്റെ സമാനാർത്ഥ പദമാണ് റുഖാദിന ഞങ്ങളുടെ ഉറക്കിൽ നിന്ന്. മിമ്മർക്കദിന ഞങ്ങളുടെ ഉറക്കിൽ നിന്ന്, ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന്. റുഖാദിന ഞങ്ങളുടെ ഉറക്കിൽ നിന്ന്. അപ്പോൾ റുഖാദിന എന്നതാണ് ഇതിന് യോജിച്ച പദം. ഇനി മുദ്ഹിറുൽ അൽ അഹ്കാമി വഗൈരിഹ വിധികളെയും അതല്ലാത്തതിനെയും വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിന് അനുയോജ്യമായ പദം മുബീൻ എന്നാണ്. മുബീൻ്റെ തഫ്സീറായിട്ട് വരുന്നതാണ് മുദ്ഹിറുൽ അഹ്കാമി വഗൈരിഹ, പിന്നെ വിധികളെയും അല്ലാത്തതിനെയും വ്യക്തമാക്കുന്നത്. ഇനി നുഫസ്സിറു നമുക്ക് തഫ്സീർ എഴുതാം. ഫകാനത്ത് ഹബാഅൻ. ഹബാഅൻ എന്നതിൻ്റെ തഫ്സീർ ഒബാറൻ. ഹബാ എന്നതിൻ്റെ തഫ്സീർ ഒബാറൻ പൊടി, മണ്ണ്, പൊടി. ഇനി മുംബസൻ എന്നതിൻ്റെ തഫ്സീർ മുൻതശിറൻ പരത്തപ്പെട്ടത്, വിതറപ്പെട്ടത്. ഇനി കഅ്സിൻ, കഅ്സ് എന്ന് അങ്ങനെ പിന്നെ 3 തരം കോപ്പകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ. കഅ്സ് എന്നത് കിദഹുൻ ഫീഹി ഷറാബുൻ പാനീയമുള്ള പാത്രം, അതാണ് കഅ്സ്. മഈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ എന്താണ്? മഈൻ ഖംറുൻ ജാരിയത്തുല്ല യുങ്കത്തോ അബദൻ ഒരിക്കലും നിലച്ചു പോവാതെ ഒഴുകുന്ന കള്ള്, അതാണ് മഈൻ എന്നതിൻ്റെ തഫ്സീർ. അഫറഅയ്തും എന്നതിൻ്റെ തഫ്സീർ എന്താണ്? അഖ്ബിറൂനി നിങ്ങളെനിക്ക് പറഞ്ഞു തരൂ. അഫറഅയ്തും എന്നതിൻ്റെ തഫ്സീർ എഴുതാൻ പറഞ്ഞാൽ അഖ്ബിറൂനി. ഇനി മാ തുംനൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന തുള്ളി. അൽ മനിയുല്ലദീ തുസബ്ബൂനു ഫിർ റഹമി റഹമിൽ നിക്ഷേപിക്കപ്പെടുന്നതായ മനി, അതാണ് മാ തുംനൂൻ എന്നതിൻ്റെ തഫ്സീർ. ഇന്നഹു ഡാഷ് ല ഖുർആനുൻ കരീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നഹു ല ഖുർആനുൻ കരീം. അവിടുത്തെ ഇന്നഹുവിൻ്റെ അർത്ഥം അൽ മുതലവ്വു അലൈക്കും നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്ന തഫ്സീർ. ല ഖുർആനുൻ കരീം എന്നതിൻ്റെ തഫ്സീർ കസീറുൻ നഫി ഒരുപാട് ഉപകാരമുള്ളത് എന്നാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഒന്നും കൂടി പറയാം. ഫകാനത്ത് ഹബാഅൻ മുംബസൻ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹബാഅൻ എന്ന് പറഞ്ഞാൽ ഉബാറ്, മുംബസൻ എന്ന് പറഞ്ഞാൽ മുൻതശിറൻ.
കഇസിം മിൻ മഈൻ എന്ന് പറഞ്ഞാൽ കഇസ് എന്ന് പറഞ്ഞാൽ കിദഹുൻ ഫീഹി ഷറാബുൻ പാനീയമുള്ള പാത്രം. മിൻ മഈൻ എന്ന് പറഞ്ഞാൽ ഖംറുൻ ജാരിയത്തുൻ ലാ യുൻഖതു അബദ ഒരിക്കലും നിലച്ചു പോവാത്ത ഒഴുകുന്ന കള്ള്. അഫറൈത്തും മാ തുംനൂൻ അഖ്ബിറൂനി എന്നാണ്. അഖ്ഫറൈത്തു എന്ന് പറഞ്ഞാൽ അഖ്ബിറൂനി. മാ തുംനൂൻ എന്ന് പറഞ്ഞാൽ അൽ മനിയുല്ലദീ തുസബ്ബൂനു ഫി റഹ്മി റഹ്മിൽ നിക്ഷേപിക്കപ്പെടുന്നതായ മനിയ്. ഇനി വ ഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ എന്നതിൻ്റെ തഫ്സീർ, അവിടെ ഇൻ എന്ന് പറയുന്നത് നാഫിയാണ്, നഫി ചെയ്യുന്ന ഇന്നാണ്. കുല്ലുൻ എന്ന ജമീഉൽ ഖലായിക്ക് എല്ലാ സൃഷ്ടികളും. ലമ്മ എന്ന് പറഞ്ഞാൽ ബിമാന ഇല്ല, ഇല്ലൻ്റെ അർത്ഥത്തിലാണ് ലമ്മ. ജമീഉം മജ്മൂഊൻ അല്ലേ, ബിമാന അല്ല ജമീഉ എന്താണ്, വ ഇൻ കുല്ലുൽ ലമ്മ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ജമീ എന്ന് പറഞ്ഞാൽ മജ്മൂഊൻ മൊത്തത്തിൽ, ലദൈന എന്ന് പറഞ്ഞാൽ ഇന്ധന നമ്മുടെ അടുക്കൽ, മുഹ്ളറൂൻ ഹാദറാക്കപ്പെടുന്നു പറഞ്ഞാൽ ലിൽ ഹിസാബി വിചാരണയ്ക്ക് വേണ്ടി. ഇനി നുബയ്യനു നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തത് മൗലൂന. മൗലൂന എന്ന് പറഞ്ഞാൽ എന്താ, അത് കട്ടിലിനെ കുറിച്ച് പറയുന്നതാണ്. മൻസൂജത്തും ബി കദ്ബാനി ദഹബി വൽ ജവാഹിരി, രത്നവും സ്വർണവും കൊണ്ട് നെയ്യപ്പെട്ടത് മൗലൂന എന്ന് പറഞ്ഞാൽ. മൗദൂന എന്ന് പറഞ്ഞാൽ മൻസൂജത്തും ബി കദ്ബാനി ദഹബി വൽ ജവാഹിരി, രത്നവും സ്വർണവും കൊണ്ട് നെയ്യപ്പെട്ടത്, സ്വർണത്തിൻ്റെയും നൂല് കൊണ്ട് നെയ്യപ്പെട്ടത്, രത്നം സ്വർണത്തിൻ്റെ നൂല് കൊണ്ട് നെയ്യപ്പെട്ടത്. തൽഉൻ മന്ദൂദ്, തൽഹുൻ മന്ദൂദ് എന്ന് പറഞ്ഞാൽ ഷജറുൽ മൗസ് പഴം, വാഴപ്പഴം. അല്ലദീ തറാക്കും സമറും, അതിൻ്റെ പഴം നിങ്ങൾക്ക് കാണാലോ അത്. കിതാബും മഖ്നൂൻ എന്ന് പറഞ്ഞാൽ മുസവ്വിനും മിന തഗ്യീരി വ തബ്ദീലി വഹുവൽ മുസാഫു. കിതാബുൻ മഖ്നൂൻ സംരക്ഷിതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മുസവ്വിനുൻ അതിനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മിന തഗ്യീരി വ തബ്ദീലി കൂട്ടിച്ചേർക്കലുകളിൽ നിന്നും മാറ്റിത്തിരുത്തലുകളിൽ നിന്നും, വഹുവൽ മുസ്ഹഫു അത് മുസാഫാണ്. അതാണ് മുസവ്വിനും മിന തഗ്യീരി വ തബ്ദീലി വഹുവൽ മുസാഫു. അതാണ് അതിനെ വിശദീകരിക്കാൻ പറഞ്ഞത്, അറബിയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ മുസവ്വിനു മിന തഗ്യീരി വ തബ്ദീലി വഹുവൽ മുസാഫു, മാറ്റിത്തിരുത്തലുകളിൽ നിന്നും കൂട്ടിച്ചേർക്കലിൽ നിന്നും സംരക്ഷിതമായ മുസാഫ്. റൗഹൻ വ റൈഹാൻ എന്ന് പറഞ്ഞാൽ ഇസ്തിറാഹത്തുൻ വ റിസ്ഖുൻ ഹസനുൻ. റൗഹൻ ഇസ്തിറാഹത്തുൻ വിശ്രമം, റൈഹാൻ റിസ്ഖുൻ ഹസനുൻ നല്ല ഭക്ഷണം. ഷഹീഖ് എന്ന് പറഞ്ഞാൽ സൗത്തുൻ മുങ്കറുൻ ക സൗത്തുൽ ഹമീരി, കഴുതയുടെ ശബ്ദം പോലെ വെറുക്കപ്പെടുന്ന ശബ്ദം, അതാണ് ഷഹീഖ്. ഉതുവ്വുൻ വ നുഫൂർ, ഉതുവ്വുൻ തകബ്ബുറുൻ അഹങ്കാരവും, വ തബാഉദുൻ അനിൽ ഹക്കി സത്യത്തിൽ നിന്ന് വിദൂരത്താവലും.